ഫ്രണ്ട്സ്, അസാക് സൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണവിഭവങ്ങൾ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് 13ാമത്തെ ദിവസമാണ്. അപ്പം നമ്മുടെ ഓണവിഭവം ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഓണസദ്യയിലെ കറി അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കാളൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. കാളൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ മോര് കൊണ്ടുണ്ടാക്കുന്ന തൈര് കൊണ്ടുണ്ടാക്കുന്ന വിഭവമാണ് കാളൻ. പക്ഷേ ഈ കാളൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഈ ഹരിപ്പാടിന് കായംകുളം ആ ഭാഗമൊക്കെ കാളൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇലയിൽ സദ്യക്കൊക്കെ ചെന്നാൽ ഇലയിൽ തൊടുകറിയായിട്ട് വിളമ്പുന്നത് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകണക്ക് തന്നെ ആലപ്പുഴയ്ക്ക് വടക്കോട്ട് പോയാൽ മറ്റുള്ള ജില്ലയിലോ, എനിക്ക് ആലപ്പുഴയ്ക്ക് വടക്കോട്ട് മറ്റുള്ള കാര്യങ്ങൾ അറിയത്തില്ല, എന്നാൽ തന്നെ നമ്മുടെ ജില്ല കഴിഞ്ഞ് പാലക്കാട്, തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് തൊടുകറിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒഴിച്ചുകറിയായിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന രീതി നിങ്ങളെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഉണ്ടാക്കാം നമുക്ക്. നമ്മളിപ്പം കാളൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടാണ്. പൈനാപ്പിൾ കൊണ്ട് മാത്രമല്ല കേട്ടോ, ഏത്തപ്പഴം കൊണ്ടും കാളൻ ഉണ്ടാക്കും. പക്ഷെ സദ്യക്ക് നമ്മൾ കാളൻ ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിളാണ് ഏറ്റവും നല്ലത്. പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ആ രുചിയും മണവും ഒന്നും ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നതിന് കിട്ടത്തില്ല, എന്നാൽ എൻ്റെ ഒരു അനുഭവം. അപ്പം ഞാൻ സദ്യക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ പൈനാപ്പിൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നട്ടാൽ പിടിക്കും കേട്ടോ. ഞാനിങ്ങനെ 1-2 എണ്ണം നട്ടിട്ടുണ്ട്. കാ വരാറായിട്ടുണ്ട്. ഇത് മുറിക്കുമ്പോഴേ മുഴുവനായിട്ട് എടുക്കാൻ ഗൗരി സമ്മതിക്കത്തില്ല. എപ്പോഴും അവർക്ക് തിന്നാനും കൂടെ കൊടുക്കണമെന്ന് പറയും. തിന്നാൻ പോരാ, ജ്യൂസ് അടിച്ചു കൊടുക്കണം. പക്ഷെ ഇന്നിപ്പോൾ ജ്യൂസ് അടിക്കുന്നില്ല, എനിക്ക് സമയമില്ല. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മൺകലത്തിലാണ് ഈ കാളം വെച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു സ്വല്പം കരിവേപ്പില അതിനകത്തോട്ടിട്ട്, എന്നിട്ട് നമുക്കൊരു തുള്ളി, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണേ. ഞാൻ ഇനി ഒരു 4 പച്ചമുളക് കൂടി ഇതിലോട്ടൊന്ന് കീറിയിടുവാണേ. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുവാണേ. സ്വല്പം ഉപ്പ് കൂടുതൽ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരെല്ലാം ഒഴിച്ച് കഴിയുമ്പം ഉപ്പ് അധികം ആകത്തില്ല, ഇച്ചിരി കൂടുതൽ ഇട്ടാൽ തന്നെ. ഇനി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് അധികം വേവില്ലാത്തത് കാരണം പെട്ടെന്ന് വേവും, അപ്പോൾ കുറച്ച് വെള്ളം മതി. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാവേ. അപ്പം അരപ്പിന് വേണ്ടത് നമുക്ക് തേങ്ങ വേണം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഒരു സ്വല്പം ജീരകം വേണം, പിന്നെ 2-3 പച്ചമുളക് വേണം, 2 ചെറിയ ഉള്ളി വേണം. ഇത്രയും മതി അരപ്പിനുള്ള സാധനങ്ങളെ. അപ്പോൾ നമുക്ക് അതൊന്ന് എടുക്കും. അപ്പോൾ അതേ കാളന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഒരു 3-4 പച്ചമുളകും കുറച്ച് ജീരകവും 2-3 ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടി, ഒരു 4 ചെറിയുള്ളി, ഇത്ര ഇടുവാണേ. ഇനി ഇതേ 4 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിന് ശേഷം അതിനകത്തൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഈ പച്ചമുളക്. അപ്പോൾ ഒന്ന് അരച്ചുകൊണ്ട് വരാം. തേങ്ങ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതേ ഒരു 1/2 ലിറ്റർ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ണം എന്തോന്ന് നോക്കാവേ. കരിവേപ്പിലെല്ലാം മേളി വന്ന് കിടക്കുന്നിട്ട് വേവിച്ചത്. ഇതേ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ.
ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് ഒത്തിരി അങ്ങോട്ട് ഒത്തിരി ഇട്ട് തിളപ്പിക്കരുതേ. ഒത്തിരി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലേ ഈ അരപ്പും കഷ്ണങ്ങളും കൂടെ വേറെ വേറെ ആയിപ്പോവും. അപ്പോൾ തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് തൈര് ചേർക്കുവാണെങ്കിൽ നമ്മൾ ഉടച്ച് വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കുക. 1/2 ലിറ്റർ തൈരുണ്ട്. ഞാനങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയത് കാരണം പെട്ടെന്ന് തിളയ്ക്കും. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താൽ പോലും ഇത് തിളയ്ക്കും. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ തിളച്ച് അതങ്ങ് വെള്ളം വിട്ട് ഇങ്ങനെ കഷ്ണമായിട്ട് കിടന്നു പോകും. അപ്പോൾ അത് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഓഫ് ചെയ്തത്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. പതഞ്ഞ് വരുമ്പോൾ മാറ്റിയാൽ മതി. പക്ഷേ ഇത് നമ്മൾ ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മൺചട്ടിയുടെ ചൂട് കാരണം ഇതങ്ങ് തിളച്ചു പോകും. അപ്പോൾ അതേ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറക്കണേ. ഒന്ന് കടുക് താളിച്ചെടുക്കാം. ഇനി ആദ്യം കടുകിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ കൂടെ ചേർക്കാം. കടുക് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉലുവ ഇടുക. ഉലുവ മൂത്ത് വന്നതിലോട്ടേ കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് ആ കറിക്കകത്തോട്ട് ചേർക്കാവേ. ഈ കാളനെ നമ്മൾ മോര് ചേർത്ത് നമ്മൾ കുമ്പളങ്ങിയിട്ടും അതുപോലെ തന്നെ വെള്ളരിക്ക ഉപയോഗിച്ചും എല്ലാം നമ്മൾ മോരുകറി വെക്കാറുണ്ട്, പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സദ്യക്ക് വെക്കുന്ന കാളൻ എന്ന് പറയുന്നത് നന്നായിട്ട് കുറുകി നമ്മുടെ കയ്യിലെടുത്ത താഴെ വീഴാതിരിക്കുന്ന പോലത്തെയാണ് കാളൻ എന്ന് പറയുന്നത്. എന്നാൽ ഒത്തിരി വറ്റിക്കത്തുമില്ല. ആലപ്പുഴക്കാരുടെ കാളൻ ആ സ്റ്റൈലാണേ. അപ്പോൾ നമ്മുടെ കാളൻ ഞാൻ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊന്ന് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം ആദ്യം. അപ്പോൾ ദേ കടുക് വറുത്തുകൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, നല്ല കുറുകിയ കാളൻ കണ്ടോ. ദേ ഇച്ചിടെ കഴിയുമ്പോൾ സ്വല്പം കൂടെ ഒന്ന് കുറുകും. ദേ കണ്ടോ, ദേ വെള്ളത്തിലല്ല ഇത് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആലപ്പുഴക്കാരുടെ സദ്യയുടെ കാളൻ. അപ്പോൾ കാളനും റെഡി ആയിട്ടുണ്ട്. അപ്പം ആലപ്പുഴക്കാരുടെ ഓണസദ്യയുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഓണസദ്യയുടെ അല്ല, സദ്യയുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്തപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എല്ലാവരും കാളൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണത്തിനൊക്കെ പോയിട്ട് കാളന് വേണ്ടി നോക്കിയിരുന്നിട്ടുണ്ട്. ഇപ്പോൾ കാളൻ കൊണ്ടുവരും എന്ന് കരുതി. അപ്പോഴാണ് ഇലയെ വിളമ്പിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാളൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന കാളൻ ഈ രീതിക്കാണ് എന്ന് നിങ്ങൾക്കൊന്ന് അറിയാനും പറ്റുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ സദ്യയുടെ കാളൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട്, അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം.